Hi students, today we are going to discuss about moment generating function of a discrete random variable. Moment generating function of a discrete random variable. Okay, we are going to discuss about moment generating function. Moment generating function is also can be written as MGF. Moment generating function of a discrete random variable. Random variables are of two types, discrete random variable and continuous random variable. First we are discussing about discrete random variables. Then we have already discussed about moments. What do you mean by moments? Moments എന്തായിരുന്നു? നമ്മൾ മൊമെൻറ്റ്സിനെ പറ്റി ഡിസ്കസ് ഒക്കെ ചെയ്താണ് ലാസ്റ്റ് സെക്ഷനിൽ. ദെൻ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്, സെൻട്രൽ മൊമെൻറ്റ്സും ഉണ്ട്, raw moments ആണുള്ളത്. രണ്ട് കേസ് ഉണ്ട്. Then central moments are denoted by mu r and raw moments are denoted by mu r dash. Then expectation of x minus x bar the whole raised to r. Expectation of x minus x bar the whole raised to r is known as the central moment, and expectation of x raised to r is known as the raw moment. Then raw moments യൂസ് ചെയ്ത് സെൻട്രൽ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കേസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ പറ്റിയാണ്. സിംപ്ലി പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് MGF equal to expectation of e raised to tx. This is the definition of moment generating function. Expectation of e raised to tx. E raised to tx is known as the moment generating function. Moment generating function can be denoted as mxt. Moment generating function of the random variable x is denoted by mxt, that's equal to expectation of e raised to tx. അപ്പോൾ discrete random variable ആണെങ്കിലും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിലും മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്, mxt ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ഇനി ഡിഫറൻസ് വരുന്നത് എക്സ്പെക്റ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ എക്സ്പെക്റ്റേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സമ്മേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലേ? സമ്മേഷൻ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ കേസിലാണെങ്കിലോ നമ്മൾ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യും? ഇൻറ്റഗ്രേഷനാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഡിഫറൻസ് വരുന്നത്, അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ എങ്ങനെ നമുക്ക് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ MGF, ഇതിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ MGF ഈസ് ഡിനോട്ടഡ് ബൈ mxt which is equal to expectation of e raised to tx. Then നമ്മളിനി mxt കാണാൻ പോവാണേ. അതായത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അല്ലേ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം പി ഓഫ് എക്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന പി ഓഫ് എക്സ് ആണ്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എക്സ് ഇ റേസ് ടു ടി എക്സ്, അതായത് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന സീരീസിൻ്റെ സമ്മേഷനൊക്കെ നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിട്ടുണ്ടെന്ന്. ദാറ്റ്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഈസ് the value for expectation of e raised to x. e raised to x എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ സീരീസ് എക്സ്പാൻഷൻ വരുന്നതാണ്. e raised to x ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ദെൻ ഇ റേസ് ടു ടി എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് tx by 1 factorial plus tx the whole square by 2 factorial plus tx the whole cube by 3 factorial plus etc into p of x എന്ന് എഴുതാം, അല്ലേ? We can write expectation of x that's equal to, നമുക്കിനി സമ്മേഷൻ ഓരോ ടൈമിൽ അപ്ലൈ ചെയ്യാം. 1 into p of x അല്ലേ? സിഗ്മ p of x പ്ലസ് അടുത്ത ടൈം എന്ത് വരും? സിഗ്മ എക്സിനാണ് സമ്മേഷൻ വരുന്നത്. അപ്പോൾ ടി ബൈ 1 ഫാക്ടോറിയൽ നമുക്ക് ഔട്ട് സൈഡിലേക്ക് എഴുതാമല്ലോ. ടി ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് അടുത്ത ടൈം എന്ത് വരും? ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്
പ്ലസ് അടുത്ത ടൈം എന്ത് വരും ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു സിഗ്മ എക്സ് ക്യൂബ് ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് എക്സെട്ര വരും അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു വട്ട് ഈസ് സിഗ്മ പി ഓഫ് എക്സ്. നമുക്കറിയാം ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, ദറ്റ് ഈസ് 1 പ്ലസ് എന്ത് വരും ടി ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു വട്ട് ഈസ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈസ് μ1 ഡാഷ് പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ഈസ് ഇറ്റ് ഈസ് ആക്ച്വലി μ2 ഡാഷ്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദെൻ μ2 ഡാഷ് പ്ലസ് ടി ക്യൂ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു μ3 ഡാഷ് പ്ലസ് എക്സെട്ര വരും അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, μ1 ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടി ബൈ 1 ഫാക്ടോറിയൽ. μ2 ഡാഷിൻ്റെ സ്ക്വയർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ദെൻ μ3 ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ടി ക്യൂ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര വരും അല്ലേ. അപ്പം ദ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ് കോഎഫിഷ്യൻസ് വരുന്നത്, ടി ബൈ 1 ഫാക്ടോറിയൽ, ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ടി ക്യൂ ബൈ 3 ഫാക്ടോറിയൽ എക്സെട്ര represents ടി ബൈ 1 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വരിക, റെപ്രസെൻറ്റ്സ് μ1 ഡാഷ്. ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വരിക, μ2 ഡാഷ്. ദെൻ ടി ക്യൂ ബൈ 3 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വരിക, μ3 ഡാഷ്. അപ്പം ദ കോഎഫിഷ്യൻ്റ് ഓഫ് ടി ബൈ 1 ഫാക്ടോറിയൽ, ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, ടി ക്യൂ ബൈ 3 ഫാക്ടോറിയൽ എക്സെട്ര റെപ്രസെൻറ്റ്സ് μ1 ഡാഷ്, μ2 ഡാഷ് എക്സെട്ര μr ഡാഷ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ വട്ട് ഈസ് μr ഡാഷ്. μr ഡാഷ് is the actually the coefficient of μr dash is actually the coefficient of t raised to r by r factorial in this series. Expectation of e raised to tx എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സീരീസിലെ ടി റേസ് ടു ആർ ബൈ ആർ ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത് വരിക, μr ഡാഷ് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്, എം ജി എഫ് ഈസ് യൂസ്ഫുൾ ആസ് ദ ജനറേറ്റ് മൊമെൻറ്റ്സ്. അതായത് നമ്മുടെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് എന്ത് കിട്ടും, മൊമെൻറ്റ്സ് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സിനെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം. അപ്പം മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലെ പല ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്, മീന്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, കർട്ടോസിസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷർ ഓഫ് കർട്ടോസിസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊമെൻറ്റ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ടിയുടെ ടേംസ്, ടി ബൈ 1 ഫാക്ടോറിയൽ, ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുന്ന ടേംസിൻ്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും എന്ത് വരിക, ആക്ച്വലി മൊമെൻറ്റ്സ് വരിക. അതുകൊണ്ടാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സിനെ എന്ത് വിളിക്കാം, മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുകയാണ്. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ എം ജി എഫ് ഇങ്ങനെ എഴുതാറുണ്ട് കേട്ടോ, സ്മോൾ ലെറ്റേഴ്സിൽ എഴുതാറുണ്ട്. എം ജി എഫ് ഓഫ് എക്സ് ഹൂസ് probability function is given by f of x equal to 1 by 3 4 x equal to 1 2 3. Find the MGF of x whose probability function is given by f of x equal to 1 by 3 4 x equal to 1 2 3. അപ്പം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by 3 4 x equal to 1 2 3 ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എം ജി എഫ് കാണണം അല്ലേ. ദെൻ വാട്ട് ഈസ് എം ജി എഫ്? എം ജി എഫ് ഈസ് ഡിനോട്ടഡ് ബൈ എം എക്സ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്ന് പറയുന്നത് സിഗ്മ ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ് വരിക അല്ലേ. ദെൻ നോക്കി എക്സിന് ഏതൊക്കെ വാല്യൂസാണ് വരുന്നത്? എക്സിന് വരുന്ന വാല്യൂസ് 1 2 3 ആണല്ലേ. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ 1 2 3 എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതാലോ. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും നോക്കിയേ? ദിസ് ഇസ് ഈക്വൽ ടു എക്സ് 1 ആവുന്ന കേസിൽ എന്താ വരുന്നത് നോക്കിയേ? ഇ റേസ് ടു ടി ഇൻറ്റു വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ്? എക്സ് 1 ആകുമ്പം 1 by 3 പ്ലസ് എക്സ് 2 ആവുന്ന കേസിൽ വട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്? ദറ്റ് ഈസ് ഇ റേസ് ടു 2 times ടി. എക്സ് 2 ആവുകയാണ്. ദെൻ വട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ്? എക്സ് 2 ആകുമ്പോഴും പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 by 3
പ്ലസ് അടുത്ത എന്ത് വരും എക്സ് 3 ആവുന്ന കേസ്. അപ്പോൾ എന്ത് വരും e⁻3t ഇൻറ്റു 1/3. ദാറ്റ്സ് ഈക്വൽ ടു നമുക്കിവിടുന്ന് 1/3 കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എഴുതി കഴിഞ്ഞാൽ എന്തെഴുതാം e⁻t പ്ലസ് e⁻2 ടൈംസ് ടി പ്ലസ് e⁻3 ടൈംസ് ടി. ദെൻ നോക്കി ഇതിൻ്റെ സമ്മ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് പഠിച്ചൊരു കേസുണ്ട്. e⁻tയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് വരിക. എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻ പവേഴ്സ് വരുമ്പോഴത്തേക്കും ടി പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണ് വരിക. ദെൻ n നമ്പേഴ്സ് അല്ലെങ്കിൽ n ടേംസ് കൺസിഡർ ചെയ്യുന്ന കേസിൽ എ പ്ലസ് എ ആർ പ്ലസ്, അതായത് ഫസ്റ്റ് ടേമിനെ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ AR² പ്ലസ് ARQ പ്ലസ് എക്സെട്ര. നിങ്ങളൊരു സീരീസ് പഠിച്ചിട്ടുണ്ടോ? ജോമെട്രിക് സീരീസ് കണ്ട് പഠിച്ചിട്ടുള്ളല്ലേ? അപ്പം എ പ്ലസ് എ ആർ പ്ലസ് AR² പ്ലസ് എക്സെട്ര AR⁻n എന്ന് പറയുന്ന സീരീസിൻ്റെ സം എന്തായിരുന്നു വരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ദിസ് ഇസ് ഈക്വൽ ടു a ഇൻറ്റു R⁻n -1 ഡിവൈഡഡ് ബൈ R-1. a ഇൻറ്റു R⁻n -1 ഡിവൈഡ് ബൈ R-1 ഈസ് ദ വാല്യൂ ഓഫ് ദിസ് സീരീസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? നമുക്ക് പുറത്തൊരു 1/3 കോൺസ്റ്റൻ്റ് ആയിട്ട് തിപ്പുണ്ട്. 1/3 ഇൻറ്റു നോക്കി ഫസ്റ്റ് ടൈം എന്താ വരിക? എയുടെ സ്ഥാനത്ത് വരുന്നത് e⁻t. e⁻t ഇൻറ്റു e⁻t ചെയ്യുമ്പോഴല്ലേ e⁻2 ടൈംസ് ടി വരുന്നത്. ദെൻ ആ e⁻2 ടൈംസ് ടിയെ വീണ്ടും e⁻t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് വരിക? e⁻3t വരിക. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് വരുന്നത് e⁻t ആണ്. അതുപോലെ തന്നെ ആറിൻ്റെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? e⁻t ആണ്. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് n ഈക്വൽ ടു 3 അല്ലേ? 3 ടൈംസിൻ്റെ സം അല്ലേ കാണുന്നത്. അപ്പോൾ എന്ത് വരും? 1/3 ഇൻറ്റു ഫസ്റ്റ് ടൈം ദറ്റ് ഈസ് e⁻t ദെൻ ഇൻറ്റു R⁻n. എന്നിൻ്റെ വാല്യൂ 3 അല്ലേ വരുന്നത്. അപ്പോൾ എന്ത് വരും? e⁻3t -1 ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ e⁻t -1. ദിസ് ഇസ് ദ MGF ഓഫ് ദ ഗിവൺ പ്രോബബിലിറ്റി ഫങ്ഷൻ. അപ്പം ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ MGF കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. അപ്പം ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻tx നമ്മൾ നേരത്തെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എന്ത് വരുന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് e⁻tx വരുന്നു എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ എക്സിന് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ e⁻t e⁻2 ടൈംസ് ടി e⁻3 ടൈംസ് ടി ഇൻറ്റു പ്രോബബിലിറ്റി വാല്യൂസ് നോക്കുക. അപ്പം എക്സ് ഈക്വൽ ടു 1 2 3 3 വാല്യൂസ് ആണ് പോസിബിൾ. ഓരോ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് f(x) വാല്യൂ 1/3 ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ e⁻t ഇൻറ്റു 1/3 പ്ലസ് e⁻2 ടൈംസ് ടി ഇൻറ്റു 1/3 പ്ലസ് e⁻3 ടൈംസ് ടി ഇൻറ്റു 1/3 പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ദെൻ ഈ സമ്മേഷനോട് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു.